പരിസര പഠനം 4ാം ക്ലാസ്സിലെ പരിസര പഠനത്തിലെ യൂണിറ്റ് 1 വയലും വനവും നമ്മുടെ LSSന് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കരയിലെ ഏറ്റവും വലിയ ജീവി ഏതാണ്? കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ആന. ഇതെല്ലാവർക്കും അറിയുന്നുണ്ടാവും. കരയിലെ ഏറ്റവും വലിയ ജീവി ആന. ലോകത്തിലെ ഏറ്റവും വലിയ ജീവി ഏത്? ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജീവിയാണ് നീലത്തിമിംഗലം. ഉത്തരം നീലത്തിമിംഗലം. അടുത്ത ചോദ്യം, മത്സ്യത്തിൻ്റെ ശ്വസനാവയവം ഏതാണ്? മത്സ്യത്തിൻ്റെ ശ്വസനാവയവമാണ് ചെകിളപ്പൂക്കൾ അല്ലെങ്കിൽ ശകുലങ്ങൾ എന്ന് പറയും. ചെകിളപ്പൂക്കൾ അല്ലെങ്കിൽ ശകുലങ്ങൾ എന്ന് പറയും. തവള വെള്ളത്തിലായിരിക്കുമ്പോൾ ശ്വസിക്കുന്നത് ഏത് ഉപയോഗിച്ചിട്ടാണ്? ഉത്തരം ത്വക്ക്. ത്വക്ക് ഉപയോഗിച്ചാണ് തവള വെള്ളത്തിൽ നിന്നും ശ്വസിക്കുന്നത്. ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കുവാൻ സഹായിക്കുന്ന തരത്തിലുള്ള സവിശേഷതയ്ക്ക് പറയുന്ന പേരാണ് അനുകൂലനം എന്ന് പറയുന്നത്. അനുകൂലനം എന്ന് പറയുന്നു. വാലില്ലാത്ത ഉഭയജീവി ഏതാണ്? വാലില്ലാത്ത ഉഭയജീവിയാണ് തവള. വാലില്ലാത്ത ഉഭയജീവി ചോദിച്ചാൽ ഏതാണ്? തവള. ഏറ്റവും വലിയ ഉഭയജീവി ഏതാണ്? ഏറ്റവും വലിയ ഉഭയജീവിയാണ് സാലമാൻഡർ. ഉത്തരം സാലമാൻഡർ. നമ്മുടെ സംസ്ഥാന മത്സ്യം ഏത്? നമ്മുടെ സംസ്ഥാന മത്സ്യം ഏതാണ്? ഉത്തരം കരിമീനാണ്. കരിമീൻ. ജലജീവിയായ ഞണ്ടിന് എത്ര കാലുകൾ ഉണ്ട്? ജലജീവിയായ ഞണ്ടിന് 8 കാലുകൾ ഉണ്ട്. ജലജീവിയായ ഞണ്ടിൻ്റെ കാലുകളുടെ എണ്ണം 8 കാലുകൾ. എല്ലാ ജീവജാലങ്ങളുടെയും ജീവൻ നിലനിർത്താൻ അത്യാവശ്യമായ ഒരു അജീവീയ ഘടകം ഏതാണ്? ഉത്തരം വായു. ഉത്തരം വായു. ഓക്സിജൻ പാർലർ എന്നറിയപ്പെടുന്ന ഒരു ആവാസ വ്യവസ്ഥ ഏതാണ്? കാവുകൾ ആണിത്. കാവുകൾ ആണ് ഓക്സിജൻ പാർലറായി അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ദേശീയ ജലജീവി ഏത്? ഇന്ത്യയുടെ ദേശീയ ജലജീവിയാണ് ഗംഗാ ഡോൾഫിൻ. ഉത്തരം ഗംഗാ ഡോൾഫിൻ. ഇന്ത്യയുടെ ദേശീയ മത്സ്യം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ മത്സ്യം അയലയാണ്. ഇന്ത്യയുടെ ദേശീയ മത്സ്യം ഏതാണ്? അയല. ഭൂമിയിലെ എല്ലാ ഊർജത്തിൻ്റെയും ഉറവിടമായ ഒരു ജീവീയ ഘടകം ഏത്? ഉത്തരം അജീവീയ ഘടകം ഏത്? എല്ലാത്തിൻ്റെയും അജീവീയ ഘടകം സൂര്യനാണ്. മത്സ്യങ്ങളെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരെന്താണ്? മത്സ്യങ്ങളെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരാണ് ഇക്തിയോളജി. ഇക്തിയോളജി എന്നറിയപ്പെടുന്നു. ഏറ്റവും വലിയ തവള ഏതാണ്? ഏറ്റവും വലിയ തവളയാണ് ഗോലിയാത്ത് തവളകൾ. ഇവയെ ആഫ്രിക്കയിലാണ് കേട്ടോ കണ്ടുവരുന്നത്. ഗോലിയാത്ത് തവളകളെ. താമര, ആമ്പൽ തുടങ്ങിയ ജലസസ്യങ്ങൾ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നത് ഡാഷ് ഉള്ളത് കൊണ്ടാണ്. താമരയും ആമ്പലും പൊങ്ങിക്കിടക്കുന്നത് തണ്ടിലും ഇലയിലും നിറയെ വായു അറകൾ ഉള്ളത് കൊണ്ടാണ് കേട്ടോ. താറാവിന് വെള്ളത്തിൽ നീന്താനുള്ള അനുകൂലനം എന്ത്? ചർമ്മബന്ധിതമായ വിരലുകളാണ് കേട്ടോ.